അല്ല, എന്റെ അഭിപ്രായത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഈ നാട്ടിന് എത്ര സേവനം ചെയ്തോ അതിന് തൊട്ട് താഴെയുള്ള സേവനം അനുരാഗ് ഠാക്കൂറും ചെയ്തു എന്നുള്ളതാണ് കാര്യം. അനുരാഗ് ഠാക്കൂറിനെ പോലെ ഒരു മന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിട്ട് നിന്ന് അത്യാവശ്യം മുതിർന്ന അല്ലല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനുരാഗ് ഠാക്കൂർ പറഞ്ഞതിന് നേരത്തോട് നേരത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. അല്ല പിന്നെ എങ്ങനെയാണ് തുല്യമായി തുല്യമായി പറയാൻ കഴിയുക? അല്ലല്ല, ഞാൻ സർക്കാസ്റ്റിക്കായി പറഞ്ഞ കേട്ടോ. അല്ലല്ല ശ്രീ വേണു, ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു. അതായത് ഭരണപക്ഷത്തു നിന്ന് ഒരാൾ പറഞ്ഞപ്പോ ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ക്ലാസ്സില് ടീച്ചർ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുട്ടി ടീച്ചറിനോട് പറയുകയാണ്, ദാ ടീച്ചർ അവിടെ കോപ്പി അടി നടക്കുന്നു എന്ന്. അപ്പൊ ആ കോപ്പി അടിക്കുന്ന കുട്ടി പറയാണ്, ടീച്ചർ മറ്റു പലരും കോപ്പി അടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക്. അതായത് ഇപ്പം രണ്ട് പാർട്ടിക്കാർ സമ്മതിച്ചല്ലോ. അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവും ഷാഡോ പ്രൈം മിനിസ്റ്ററുമായ ശ്രീ രാഹുൽ ഗാന്ധി ഈ ഇലക്ടോറൽ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചു. ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് അനുരാഗ് ഠാക്കൂർ സമ്മതിച്ചു. എനിക്കറിയില്ല അനുരാഗ് ഠാക്കൂറിനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ എങ്ങനെയാണ് ബി.ജെ.പി നേതൃത്വം അനുമതി കൊടുത്തത്. ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് അല്ല, ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചു. അങ്ങനെയാണോ രാഹുൽ അതിനെ കാണുന്നത്? അല്ലല്ല, അനുരാഗ് ഠാക്കൂർ സമ്മതിച്ചു. അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധി അത് പ്രതിപക്ഷ നേതാവെന്ന് ആരോപണം ഉന്നയിച്ചു. പക്ഷെ അനുരാഗ് ഠാക്കൂർ അത് സമ്മതിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കൈകൾ ശുദ്ധമല്ലെന്ന് പറയാതെ പറയുകയല്ലേ. ഞാനത് പൊളിറ്റിക്കൽ പോയിന്റ് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ്. അതായത് അനുരാഗ് ഠാക്കൂർ പറയുന്നത് 6ഓളം മണ്ഡലങ്ങളിൽ ഒരുപാട് വ്യാജ വോട്ട് ചേർത്തു എന്നാണ്. എന്നതൊക്കെ രാഹുലിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി അനുരാഗ് ഠാക്കൂറുമായി ബന്ധപ്പെട്ട് ഉയരേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം പൊതുസമൂഹം പരിഹരിച്ചു, മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം അടങ്ങുന്ന പൊതുസമൂഹം പരിഹരിച്ചു അല്ലേ? അതെന്താണ്? 3 മൈമുനമാരുണ്ട് എന്ന് തന്നെ കണ്ടെത്തി അല്ലേ? ഇലക്ഷൻ കമ്മീഷനല്ലല്ലോ കണ്ടെത്തിയത്, മാരല്ലല്ലോ കണ്ടെത്തിയത്, അല്ലല്ലോ അല്ലേ? പൊതുസമൂഹവും അത് സത്യം പറയാൻ താല്പര്യമുള്ള പൊതുസമൂഹവും സത്യം കണ്ടെത്താൻ താല്പര്യമുള്ള മാധ്യമങ്ങളും അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന നുണയനെ കൈയോടെ പുറം ലോകം കാട്ടുന്ന രൂപത്തിൽ വ്യക്തമാക്കി കൊടുത്തു കാര്യങ്ങൾ. അപ്പോൾ അവരത് ചെയ്യേണ്ടത് ചെയ്തു. നിൽക്കട്ടെ, ഇനി 2 കാര്യങ്ങൾ. അത് രണ്ടും ചെയ്യേണ്ടത് മാധ്യമങ്ങളല്ല, പൊതുസമൂഹവുമല്ല. ഒന്ന്, എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിനോട് സത്യവാങ്മൂലം ചോദിച്ചില്ല? അത് ക്ലാരിറ്റിയുടെ മാത്രം പ്രശ്നമല്ല. അതെന്തുകൊണ്ട് ചോദിച്ചില്ല എന്നത് കൃത്യമായി ആ നിലപാടും നടപടിയും എടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണത് വ്യക്തമാക്കേണ്ടത് അല്ലേ? രണ്ടാമത്തെ കാര്യം, തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കോൺഗ്രസിന് കിട്ടാതെ ഇരുന്ന ഈ പറയുന്ന മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഈ പ്രിന്റ് ഔട്ട് ഉണ്ടല്ലോ, അതെങ്ങനെ അനുരാഗ് ഠാക്കൂറിന് കിട്ടി? രണ്ടിനും രാഹുൽ എന്താണ് ബോധ്യം? അല്ല, 2 കാര്യങ്ങളാണ്. ഒന്ന്, ലഘുവായി ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ അനുവദിക്കണം. അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അനുരാഗ് ഠാക്കൂർജി മൈമുന എന്ന പേര് കണ്ടപ്പോൾ അതൊരു അവസരമായിട്ട് എടുത്തതാണ്. മൈമുന എന്ന പേരും കേരളം എന്ന സംസ്ഥാനം കൂടെ കണ്ടപ്പോൾ ആ മൈമുന എന്ന രാഹുൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ ചോദ്യത്തിലേക്കുള്ള മറുപടി. അതാണ് അതിന്റെ വാസ്തവം. അതിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നവർക്ക് അതാണ് വാസ്തവം.